ഹായ് ഗൈസ്, ഈ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് എവിടെ പോകാന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? വേണ്ട, അത് നമ്മുടെ നിവിമോള് തന്നെ പറയുന്നത് എവിടെ പോവാന്നുള്ളത്. ഞങ്ങൾ ബംഗാളി പോവാന്നും പറഞ്ഞ് ബംഗാളി ആകാനൊന്നും പോവല്ല ഗൈസ്. നിവിയുടെ അച്ഛൻ എടുത്ത് പോവാണ്. നിവിയുടെ അച്ഛൻ വെസ്റ്റ് ബംഗാളിലുള്ള. അപ്പോൾ ഞങ്ങൾ ഒരു മാസത്തേക്ക് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ്. വേണ്ട, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണിത്. അമ്മമ്മയും പപ്പയും ഞങ്ങളെ കൊണ്ടുവിടാൻ വന്നത്. ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇടയ്ക്കൂടെ നിവിയുടെ ഡാൻസും പാട്ടും ഒക്കെ നമുക്ക് കാണാം. ഈ നിവിയെ ഞാൻ 2 ദിവസം എങ്ങനെ ട്രെയിനിനകത്ത് ഇരുത്തുമോ എന്തോ. 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി, നാളെ, മറ്റന്നാൾ. 9-ാം തീയതി ഒരു 12:45 എന്നാണ് കാണിക്കുന്ന ടൈം. ഇനി എത്ര മണിക്ക് ചെല്ലുമോ എന്തോ അതൊന്നും അറിയില്ല. അങ്ങനെ നേരെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറി അമ്മമ്മയോടും പപ്പയോടും രാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി. നേടെ നിവി കയറി കിടക്കുകയും ചെയ്തു. കയറി പാടെ നമ്മുടെ നിവിമോള് കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട്. രാത്രി പിന്നെ അമ്മമ്മയോടും പപ്പയോടും ടാറ്റ പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ട്രെയിനിൽ കയറി എല്ലാം എടുത്ത് വെക്കുന്ന ലഗേജൊക്കെ വെക്കുന്ന തിരക്കിലായിപ്പോയി. വേണ്ട, നിവിമോൾ എന്താ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുന്നതായിരിക്കും. നല്ല തണുപ്പാണ് ട്രെയിനിലാണ്. അത് കാരണം രാവിലെ സ്വെറ്ററൊക്കെ എടുത്തിട്ടാണ് ഈ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിവിമോൾ വീണ്ടും ഉറങ്ങി. അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചവിട്ടിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ നിവിമോൾ ഉണർന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ കളിയായി. കുറച്ച് നേരം പാവയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. പിന്നെ സന്ധ്യയായി. അങ്ങനെ നിവിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബഹളമൊക്കെ നടത്തി. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ നിവി ആകെ കുഴഞ്ഞിരിക്കുക. എത്തുന്നില്ലല്ലോ അമ്മേ, എത്തുന്നില്ലല്ലോ എന്നാണ് ആൾ പറയുന്നത്. ഇന്ന് രാത്രി 12:45 എത്തുമെന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷേ ട്രെയിൻ ലേറ്റാണ്. 12:45 എന്നുള്ളത് തന്നെ ഇപ്പം 3 മണി എന്നാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതിയെന്നായി ഞങ്ങൾക്ക്. 2:45 ആയപ്പോഴാണ് വെസ്റ്റ് ബംഗാൾ എത്തിയത്. അച്ഛൻ വിളിക്കാൻ വന്നായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ അത്ര സേഫ് അല്ല ഫോൺ കൈ പിടിച്ച് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഈ മൂടി പതിച്ചിട്ടുണ്ട് വന്നത് നമ്മുടെ നിവിമോളയാണ്. തണുപ്പ് തുടങ്ങി. അതാണ് നിവി ഇങ്ങനെ മൂടി പതിച്ചിട്ടേക്കുന്നത്. നിവിയ ഉറങ്ങുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.